നമസ്തേ, ഞാൻ ഗീതാ ശിവൻ. ഞാനിന്ന് 2025 മാർച്ച് മാസം 29 ശനിയുടെ ഒരു പകർച്ച, അതായത് ശനി പകർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്കാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ കുംഭൻ രാശിയിലുള്ള നക്ഷത്രങ്ങളുടെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവിട്ടം, ചതയം, പൂരിട്ടാതി എന്നീ 3 നക്ഷത്രങ്ങൾക്ക് ഫലങ്ങളാണ് പറയുന്നത്. ഈ കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ 7 ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇനി ഒരു 2.5 വർഷത്തേക്ക് കൂടി ഇവർക്ക് ശനിയുടെ ദോഷഫലങ്ങൾ ഉണ്ട് താനും. ഈ കുംഭക്കൂറെന്ന് പറയുന്നത് ജനിച്ച ഒരു കുട്ടി മുതൽ വൃദ്ധ അവസ്ഥയിലുള്ള ജനങ്ങൾക്ക് വരെയും ഒരേപോലെ ആണ് ഫലം പറയുന്നത്. എന്നാൽ ദശാസന്ധിയുടെ ചില ദശാസന്ധിയൊക്കെ പലർക്കും പല രീതിയിലുള്ള ദശാസന്ധികളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലവരുടെ ജാതകത്തിൽ സ്വക്ഷേത്രവാനായിട്ടുള്ള ശനി കാണും, മൂലക്ഷേത്രവാനായിട്ടുള്ള ശനിയുണ്ട്, ഉച്ചനായ ശനി കാണും, യോഗകാരകനായ ശനി കാണും, അതുപോലെ ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നത്, അതുപോലെ ലഗ്നാധിപനായ ശനി. ഇങ്ങനെയൊക്കെയുള്ള ശനിയുള്ളവർക്ക് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല. അവർക്ക് ഒരുവിധം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലഘട്ടങ്ങൾ. ചില ജാതകക്കാർക്ക് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ അനുഭവിക്കാനും ഇടവരും. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവരുടെ കുലത്തിൻ്റെയോ അവരുടെ കുടുംബത്തിൻ്റെയോ കുടുംബപരമായിട്ടുള്ള ദോഷമോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുൻജന്മപരമായിട്ടുള്ള ദോഷം കൊണ്ടൊക്കെ ആയിരിക്കാം ആ ഗുണങ്ങളൊന്നും തന്നെ കിട്ടാതെ പോയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. ഓരോരുത്തരുടെ ജാതകം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാര്യത്തെ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ കുംഭൻ രാശിയിലുള്ള ഒരു നക്ഷത്രം ഞാൻ തിരഞ്ഞെടുക്കുക. അതായത് 17/12/1996 ജനിച്ച 2:12 AM ജനിച്ച ഒരു വ്യക്തിയുടെ ജാതകമാണ് ഞാനിവിടെ തിരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറഞ്ഞാൽ 27 വയസ്സ് 11 മാസം 23 ദിവസമുണ്ട്. ഈ ജാതകം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിൽ ഇദ്ദേഹം കന്നി ലഗ്നക്കാരനാണ്. 7ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ദശയാണ്. അദ്ദേഹത്തിന് 10 വയസ്സ് 8 മാസം 4 ദിവസം മുതൽ ശനി ബാധിതനാണ്. ഒരുപാട് കഷ്ടതകൾ ഈ വ്യക്തി അനുഭവിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയെ കൊണ്ട് ആ മാതാപിതാക്കളും വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. രോഗാദി ദുരിതങ്ങളാണെങ്കിലും ശത്രുദോഷങ്ങളാണെങ്കിലും കഷ്ടതയാണെങ്കിലും എല്ലാം തന്നെ അനുഭവിച്ച് കാലയളവാണ്. ഈ ശനി ഇപ്പോൾ ഇദ്ദേഹത്തിന് മാറണമെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ ശനിദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 29 വയസ്സ് 8 മാസം 4 ദിവസം വരെയാണ് ഇത് അനുഭവിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് വളരെ നല്ല ഒരു കാലഘട്ടം ഉണ്ടാകും. ഇപ്പം തന്നെ ഒരു വ്യത്യാസമാണത്. ഇപ്പോൾ ശനിദശയിലെ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കാൻ തുടങ്ങിയപ്പം തന്നെ ഇദ്ദേഹത്തിന് ഒരു വ്യത്യാസം, നല്ല രീതിയിലൊരു മാറ്റങ്ങൾ ഇദ്ദേഹം ഉണ്ട്. 7 ശനി കാലമാണെങ്കിൽ പോലും ശനിദശയുടെ വ്യാഴത്തിൻ്റെ അപഹാര കാലത്ത് കുടുംബാംഗങ്ങളിൽ നിന്ന് സൗഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനും, അതുപോലെ വീടിന് സന്തോഷം ഉണ്ടാകാനും, വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ഉണ്ടാകാനും, അതുപോലെ ധന അഭിവൃദ്ധി ഉണ്ടാകാനും, എല്ലാ വിഷയത്തിനും കാര്യലാഭം, എന്ത് കാര്യത്തിൽ പോയാലും അത് വിജയിക്കാനും വരാനും, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്ക് വിവാഹാദി കർമ്മങ്ങൾ നടത്തി കൊടുക്കുകയും അതിനൊക്കെ മുന്നിട്ട് നിൽക്കാനും ഒക്കെയുള്ള ഒരു കാലഘട്ടമാണ്. വളരെയധികം ഈ സമയം ഇത്രയും കാലം കൊണ്ട് ദുരിതങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി ഇപ്പോൾ വളരെ ശാന്തമായ എല്ലാവരുടെയും ഒരു അംഗീകാരവും സന്തോഷവും ഒക്കെ ഒന്ന് കിട്ടി ശാന്ത ഒരു ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്.
മറ്റേത് ഈ കുട്ടിക്ക് എല്ലാ കാര്യത്തിനും തടസ്സമായിരുന്നു. അതുപോലെ തന്നെ മന്ദതയായിരുന്നു, ഒന്നിനും ഒരു ഉണർവില്ലായിരുന്നു. ഒരു മാനസികമായിട്ട് വളരെ ഡിപ്രഷനോടുകൂടി എന്ത് പറയുന്ന ആത്മഹത്യ ചെയ്യണോ, എവിടെ നിന്ന് ഇറങ്ങിപ്പോകണോ, എവിടെ ഇറങ്ങിപ്പോയാൽ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്ത, ദേഷ്യവും രോഗാദി ദുരിതങ്ങളും അങ്ങനെയുള്ള പിന്നെ ഒരുപാട് കഷ്ടത, കേസ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ ചെന്ന് പെടാനും അതിൽ നിന്നെല്ലാം ദുരിതം അനുഭവിക്കാനും ഒക്കെ ഉള്ളൊരു അനുഭവ കർമ്മങ്ങളായിരുന്നു ഈ കുട്ടി അനുഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പം 1 വയസ്സ് മുതൽ വൃദ്ധാവസ്ഥയിലുള്ള ജനങ്ങൾക്ക് വരെയും ഈ കൂറിൽ ഏഴര ശനി ഒരേപോലെ ബാധിതരാണ്. എന്നാലും ഈ ജാതകം പ്രത്യേകം എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതകത്തിൽ ഇപ്പോൾ ശനിയുടെ ഒരു അപഹാരം കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഈ ജാതകം ഞാൻ തിരഞ്ഞെടുത്തത്. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ 7ാം ഭാവത്തിൽ ശനിയുടെ ഒരു സ്ഥിതി കണ്ടക ശനിയായിട്ട്, കണ്ടകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവഗ്രഹങ്ങൾക്ക് കണ്ടകസ്ഥാനം എന്ന് പറഞ്ഞാൽ നല്ലതാണെന്നാണ് ജ്യോതിഷം പറയാറുള്ളത്. എന്നിരുന്നാൽ തന്നെയും ഈ ജാതകം വളരെയധികം ദുരിതമായ ഒരവസ്ഥയിൽ ഇതുവരെയും കടന്നുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജാതകനായിരുന്നു. എന്നിരുന്നാലും വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒക്കെ തന്നെ അദ്ദേഹം നേടിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ കഷ്ടത അനുഭവിച്ചാലും ഒരുപാട് കാര്യങ്ങൾക്ക് നേട്ടങ്ങളും അദ്ദേഹം ശനി അദ്ദേഹത്തിന് കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫലങ്ങൾ അറിയാൻ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച്, കാരണം കുംഭക്കൂറുകാരാണ് എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ദോഷമാണെങ്കിലും നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി അറിയാൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, അത് AM PM ഇത് കൃത്യമായി കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോൺ നമ്പരും കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ തരുന്ന, ഇത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ തരുന്ന ഡേറ്റ് ഓഫ് ബർത്തും വെച്ചുള്ള ഫലങ്ങളെ പറയുമ്പോൾ ചില കാര്യങ്ങളൊന്നും പൊതുവേദിയിൽ കമൻറ്റിലൂടെ പറയാൻ പറ്റാത്തതുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് വിവരം പറയാൻ പറ്റും. പിന്നെ വിശദമായിട്ട് നിങ്ങളെ അത് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി കൂടാണ് ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ വർഷത്തെ ഫലം, ഈ 2025 ജനുവരി മുതലുള്ള ഫലം അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യൂ. ഓക്കെ.